ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന പ്രിയ കർത്തദാസൻ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് കർത്താവിനെ സന്ധി യോജിപ്പിക്കുന്ന പ്രിയ ദേവിദാസൻ, മറ്റ് കുഞ്ഞമ്പി പാഷ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ, പാഷ നിബു, ഒപ്പം വെളുവാനുവേണ്ടി ദൈവസഭയിലെ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ വലിയൊരു സമൂഹം തന്നെ ഇന്നിവിടെയുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം, പ്രിയ വിൽസൺ ചാന, സരോജമാൻറ്റി, അവർ റാന്നിയുടെ ദേശത്തേക്ക് കടന്നു വരികയും ദീർഘവർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയും ഇളവരുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കുകയും ചെയ്തുകൊള്ളുന്നു. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവം 2 മക്കളെ ദാനമായി കൊടുത്തു. മൂത്ത മകൻ ബിജു കുടുംബമായ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇളയ മകൻ ഷിബു, അനുഗ്രഹീനായ ഒരു കുഞ്ഞ്, വളരെ ശാന്തനും സൽസ്വഭാവിയും, കർത്താവ് വേലയോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും വളരെ സജീവമായി തന്നെ എവിടെയാണെങ്കിലും ആരാധനയിൽ ശുഷ്കാന്തിയുള്ള വാത്സല്യ സഹോദരനായി സ്തോത്രം ചെയ്യുന്നു. ദൈവഭക്തിയിൽ, ദൈവിക ആരാധനയിൽ, ദൈവത്തോടുള്ള ഭയത്തിലൊക്കെ അവരെ വളർത്തുവാൻ തൻ്റെ മാതാപിതാക്കൾക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അവിടെ കണ്ണീരും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ദൈവം ഇതുവരെ കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. മകന് വേണ്ടി ദൈവം ഒരുക്കിയ മകൾ നിസി, ദൈവം സഹായിക്കട്ടെ. അവരുടെ പേരൻസ്, പ്രിയ കർത്തദാസൻ, പ്രിയ ആൻറ്റി, സഹോദരങ്ങൾ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്തദാസൻ പറഞ്ഞ സമയപരിധിക്കകത്ത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവം സഹായിക്കട്ടെ. കുടുംബം ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളേറെ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷേ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബ വിചാരങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. മുൻകാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബങ്ങളൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയും, അല്ലേ? കൂട്ടുകുടുംബം. എന്താ കൂട്ടുകുടുംബം ചോദിച്ചാൽ എന്താണ് കൂട്ടുകുടുംബം? ഒത്തിരി പേര് ഒന്നിച്ച് താമസിച്ചു. മുത്തച്ഛൻ, മുത്തച്ഛി, അമ്മാവൻ, അമ്മായി, കൊച്ചപ്പൻ, ചെറിയപ്പൻ എന്ന് വേണ്ട ഒരു 10, 25, 30 പേര് ഒന്നിച്ച് താമസിച്ച കുടുംബത്തിൻ്റെ പേരാണ് കൂട്ടുകുടുംബം. കൂട്ടുകുടുംബം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം വീണ്ടും വഴിമാറി എക്സ്റ്റൻഡഡ് ഫാമിലിയായി. എക്സ്റ്റൻഡഡ് ഫാമിലി എന്ന് പറയുന്നത് 3 തലമുറ ഒന്നിച്ച് താമസിക്കുകയാണ്. അപ്പച്ചനും അമ്മച്ചിയും മോനും മരുമകളും അവരുടെ മക്കളും കൂടെ കൂടുന്നതാണ് എക്സ്റ്റൻഡഡ് ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോയപ്പം അടുത്ത കുടുംബ സംവിധാനം വന്നു. എന്താ? ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. എന്താ അണുകുടുംബം? അണുകുടുംബത്തെക്കുറിച്ച് രസകരമായൊരു നിർവചനം തിരുവനന്തപുരംകാരനായ ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു വണ്ടി, ഒരു വീട്, അതാണ് അണുകുടുംബം. ശരിയല്ലേ? ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി. കുട്ടിയുള്ളിടത്തെല്ലാം മിക്കയിടത്തും എന്തുണ്ട്? പട്ടിയുണ്ട്. ഒരു കുട്ടി, ഒരു പട്ടി, ഒരു വണ്ടി, ഒരു വീട്. പട്ടിയുണ്ടോ വീട്ടിൽ? ഇല്ല. വണ്ടിയുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കുട്ടിയല്ല, കുറേ കുട്ടികളുണ്ട്, അല്ല 3 പേരുണ്ട്. സന്തോഷം. ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ അതാണ് അണുകുടുംബം. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ഇപ്പോൾ കുടുംബം എന്നുള്ളതിനെക്കുറിച്ച് ഒരാൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചേ ഒക്കത്തുള്ളൂ. സിംഗിൾ പേരൻറ്റ്, പിരിഞ്ഞ് താമസിക്കുന്നവർ, ഭാര്യ തനിച്ച്, ഭർത്താവ് തനിച്ച്. കാലം മുമ്പോട്ട് പോയപ്പം കേരളത്തിൽ പോലും അടുത്ത കുടുംബ സംവിധാനം വന്നു. ആണും കൂടെ കെട്ടി ജീവിക്കുന്നു, പെണ്ണും കൂടെ കെട്ടി ജീവിക്കുന്നു. അതുകൊണ്ട് അതും പോയിട്ടും ഉത്തരാധുനികയിൽ പുതിയ സംവിധാനങ്ങളിലേക്ക് വരികയാണ്. ത്രപ്പിൾ സംവിധാനം. 2 പെണ്ണ്, 1 ആണ്, 2 ആണ്, 1 പെണ്ണ്. അതിനകത്ത് എന്നും ടേണാണ്. ഒരാൾ ഇന്ന് നടുക്ക് കിടന്ന അടുത്ത ആൾ മറ്റേ ദിവസം നടുക്ക് കിടക്കണം. അതാണ് ത്രപ്പിളും സിറ്റികളിലൊക്കെ ആയി തുടങ്ങി. വലിയ സെലിബ്രിറ്റീസൊക്കെയാണ് ത്രപ്പിളിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കൾ, അല്ലേ? കേട്ടുണ്ടോ? ത്രപ്പിൾ. അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് മനസ്സിലാക്കിയൊരു കാര്യം. കേട്ടിട്ടുണ്ടെങ്കിലും ക്ലാസ്സുകളൊക്കെ എടുത്തപ്പം പിള്ളേർ വന്ന് പറഞ്ഞു, പാസ്റ്റങ്ങളെ, പ്രേമമൊക്കെ ആണും പെണ്ണും കൂടെ ഉള്ളത് ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ കുട്ടിക്കളി. കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയാൽ 1 ആണ്, 1 പെണ്ണല്ല, 2 പെണ്ണ്, 1 ആണ്, 2 ആണ്, 1 പെണ്ണ്. അതാണ് മോഡേൺ ഫാഷനും. അതൊക്കെ സത്യമായിരിക്കാം. കാരണം കാലങ്ങൾ മാറുകയാണ്. ഇതിൻ്റെ എല്ലാം ഇടയിലും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനമായ ഒരു സംഭവമാണ് എന്ത്? കുടുംബം എന്ന് പറയുന്നത്. കുടുംബം ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. കുടുംബം എന്താണ്? വിളിയാണ്. എല്ലാവരും പറഞ്ഞ് കുടുംബം ഒരു വിളിയാണ്. ഈ മക്കൾക്ക് ദൈവം ആ വിളി കൊടുത്തു. ആ വിളിയോട് ദൈവം അവരെ പ്രതികരിച്ചു. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന 2 പിള്ളേരാണ്, ഷിബു, നിസി. കുഴപ്പമൊന്നുമില്ല. നല്ല ഏതായാലും ഇവർ പോയ വഴികളും വന്ന വഴികളിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രപ്പോസ് ചെയ്തും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കാണാതിരിക്കാൻ വഴിയില്ല. കണ്ടിട്ട്
കാരണം കാണാൻ കൊള്ളാവുന്ന പിള്ളേരോട് ഡയറക്റ്റൊക്കെയാണ് വന്ന് പറയുന്നത്, ഹലോ എനിക്കിഷ്ടമാണെന്ന്. കഴിഞ്ഞ ഞങ്ങളുടെ ഞാനൊരു പയ്യനോട് ചോദിച്ചു, എടാ മോനെ വല്ലവരും ഉണ്ടോടാ? ഇല്ല, ഞാനിപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്, വാലൻ്റൈൻ ഡേയിൽ പ്രപ്പോസ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഒരു പൂവൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയും ഇഷ്ടമാണെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ട, സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും. അപ്പോൾ ഏതായാലും ആരെങ്കിലുമൊക്കെ പ്രപ്പോസൊക്കെ ചെയ്ത് കാണും. അതിനോടൊക്കെ നോന്നൊക്കെ പറഞ്ഞ് അന്തസ്സായിട്ട് അപ്പനും അമ്മയും എല്ലാം അംഗീകരിച്ച ഒരു വിവാഹത്തിന് ഇവിടെ വന്നിരിക്കുമ്പോൾ സല്യൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൈലൻസ് പാസ്റ്റൊക്കെ എന്ന് പറയുന്നത് 15 മിനിറ്റ് ഇന്നാരും പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിവിടെ വന്നിരുന്നുണ്ടല്ലേ, അല്ലേ? ഞങ്ങളെന്തോ ഇതിന് അപ്പോൾ ഇത്രയും പേരെല്ലാം ഇവിടെ വന്നിരുന്ന പാസ്റ്റാണ് ഗൾഫിൽ നിന്നൊക്കെ ഓടി, എവിടെയോ വിദേശത്ത് നിന്നൊക്കെ ഓടി പിടിച്ച് വന്നത്, ഈ കല്യാണം നടത്താൻ വേണ്ടി വന്നത്. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇവിടെ വന്നിരുന്നുണ്ടല്ലേ. മണക്കമുണ്ട്, വാഴ്വുണ്ട്. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിക്കാത്ത കുറേ എണ്ണത്തെ കാണുന്നുണ്ട്. മര്യാദയ്ക്ക് നടന്നാൽ ഇതുപോലെ വന്നിരിക്കാം. ചുമ്മാ ഇറങ്ങിയൊന്നും പോരെ. 18 വയസ്സായെന്ന് പറഞ്ഞിട്ട് ആരുടെങ്കിലും ഇറങ്ങിപ്പോയാൽ കട്ടപ്പുകയാണ്. ഞങ്ങളാരും പുറകെ വരത്തില്ല. കാരണം ഇവിടുത്തെ സിയോൻ സംഘം സഭയ്ക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കണം. ആദ്യത്തേതാണ്, ഇറങ്ങിപ്പോയിട്ടില്ല, നല്ലതാണെന്നെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാസ്റ്റർ ഇന്നിവിടെ കുറി വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിള്ളേരെല്ലാം മര്യാദയ്ക്ക് ചോദിച്ചാൽ ഇതുപോലൊക്കെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഇവർക്കൊരു നല്ല കൈയടി കൊടുത്തേ. അപ്പൻ്റെ അമ്മയുടെയൊക്കെ മാനം കാത്ത മക്കളായതുകൊണ്ട് അവർക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈയടി മേടിക്കണം. കെട്ടാത്ത സകല പിള്ളേരും പറയാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത്. ഫ്രഷായിട്ട് ഇവിടെ വന്നിരിക്കണം, കേട്ടല്ലോ. അപ്പോൾ ഒന്ന്, കുടുംബം ഒരു വിളിയാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളിയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ്. എന്താണ് സൃഷ്ടി? 2 രീതിയിൽ സൃഷ്ടി നടക്കാം. ഇന്ന് പിള്ളേർ വേണ്ടെന്ന് പറയുന്നൊരു കാലമാണ് അല്ലേ. നാം 2, നാം 1, നമുക്ക് 1. അത് ഒരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഈ നാം 1 നമുക്കൊന്നെന്നൊക്കെ പറയുന്ന ഒത്തിരി മക്കൾ ഇന്ന് പിള്ളേർ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, പക്ഷേ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ കെട്ടാം, ഒറ്റ കാര്യം, പ്രസവിക്കണമെന്ന് നിർബന്ധിക്കാത്ത ചെറുക്കനെ കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിച്ചു, മോക്ക് എത്ര വയസ്സായി? 29. ഒരു 30 വർഷം മുമ്പ് നിൻ്റെ അമ്മ ഇതേ കാര്യം നിൻ്റെ അപ്പനോട് പറഞ്ഞായിരുന്നേ നീ കാണുമായിരുന്നു? ഇല്ല. ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം ചോദിച്ചോട്ടെ, 2ാമത്തെയോ 3ാമത്തെയോ ആയിട്ട് ഭൂമിയിൽ ജനിച്ചവരൊന്ന് കൈവെക്കാമോ? ഒരു വീട്ടിൽ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ ഒക്കെ ആയിട്ട് ജനിച്ചവർ? ദൈവം. മോളെത്രാമത്തെയാ? 2ാമത്തെ. മോനും 2ാമത്തെയാ. അവരുടെ അമ്മ പറഞ്ഞു 1 മതി, ഒന്നുകൂടെ വേണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇവരിവിടെ കാണുമോ? ഇല്ല. കാണുമോ? ഇല്ല. ലഭിച്ചതിനെല്ലാം അവർ സ്വീകരിച്ചു. അപ്പം മക്കൾ ഉണ്ടാകണം. എങ്ങനെ? ദൈവികമായി മക്കളുണ്ടാകണം, സൃഷ്ടികർമ്മം നടക്കണം. അതാണ് ബർത്ത് ബൈ ചോയ്സ് എന്ന് പറയും. എന്നാൽ ചിലർക്ക് കുഞ്ഞുങ്ങൾ പാടാം. എൻ്റെ ഒരു സുഹൃത്ത് സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. അവൻ്റെ ഭാര്യയ്ക്ക് 2ാമത് ഗർഭവതിയാണെന്ന് പറയുകയും ഇവളങ്ങ് സഹിച്ച് ഒരൊറ്റ കരച്ചിലും സങ്കടം കൊണ്ട് ഒച്ചായിപ്പോയെന്ന് പറഞ്ഞിട്ട് സെറ്റിയിലോട്ട് കയറി 2 ചാട്ടം. കൊച്ചായെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? പെട്ടെന്ന് 2ാമത്തെ ആയത് പറഞ്ഞപ്പോൾ ഏതായാലും കെട്ടിയോന്, എൻ്റെ ഒരു സുഹൃത്താ, അവൻ നല്ലപോലെ പ്രാർത്ഥിക്ക് ചേർക്കനാ. അവൻ നെഞ്ചത്തടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ചാട്ടം അങ്ങ് അനുഗ്രഹമാക്കണേ, അത് പോകല്ലേന്ന്. ഏതായാലും അത് അനുഗ്രഹമാക്കി. ഇന്ന് അവൻ നെറ്റ്ബോൾ നാഷണൽ ചാമ്പ്യനാണ്, ചാടി കളിക്കുക. അമ്മയുടെ ചാട്ടം അനുഗ്രഹമാക്കി. അപ്പം നോക്കുക, ബർത്ത് ബൈ ചോയ്സ്. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ബർത്ത് ബൈ ചോയ്സ്. അപ്പം മറ്റത് ബർത്ത് ബൈ ചാൻസാണ് അബദ്ധത്തിൽ. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളി. 2, ദൈവത്തിൻ്റെ പരിപാലന കർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളി. 3, ദൈവത്തിൻ്റെ രക്ഷണ്യ ദൗത്യത്തിൽ പങ്കുചേരാനുള്ള വിളി. അപ്പം കുടുംബം ഒരു വിളിയാണ്, ദൈവിക ധർമ്മങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ്. ആ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കപ്പെടേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തെ അവസാനിപ്പിക്കാം. 1, കുടുംബം ഒരു മുപ്പിരിച്ചരടായിരിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞ് എന്തായിരിക്കണം? മുപ്പിരിച്ചരട്. 1, ഒരു പിണയാണെങ്കിൽ കുടുംബം പൊട്ടിപ്പോകാം, 2 പിണയാണെങ്കിൽ പൊട്ടിപ്പോകാം. അതുകൊണ്ടാണ് പിരിയിരുന്ന് പറയുക. 2 പിണകൾ ബലവത്തായൊരു 3ാമത്തെ പിണയോട് ഒന്നിച്ച് പിണയപ്പെടുമ്പോൾ കുടുംബം എന്താകും? മുപ്പിരിച്ചരടാവും. വചനം പറയുന്നു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. മുപ്പിരിച്ചരട്. എൻ്റെ പെങ്ങൾ മരിച്ചുപോയി, പക്ഷേ വളരെ ചെറുപ്പത്തിലെ 2ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞൊരു 3 മാസത്തിന് മുമ്പ് അകത്ത് അവൾ കിഡ്നി പേഷ്യൻ്റ് ആണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. ഞാനും ഉണ്ട് കൂടെ. അന്നേരം 60% ഡാമേജായി. അന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒത്തത് ഒറ്റ കാര്യമാണ്, കർത്താവേ 2 പെൺകുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേർ, ഒന്ന് കുളിക്കണം, സ്വയമായി ഡ്രസ്സ് മാറണം, അതുവരെ ആയുസ് കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒത്തു. പക്ഷേ പെട്ടെന്ന് സ്ഥിതിഗതികൾ വഷളായി. ഒരു ദിവസം തിരുവല്ലായിൽ നിന്ന് വെളുപ്പിനെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് ഒരുങ്ങാൻ വേണ്ടി പോയ എൻ്റെ പെങ്ങൾ അവിടെ മയങ്ങിപ്പോയി. അടച്ചിട്ട ടോയ്ലറ്റിനകത്ത് അവൾ മയങ്ങി പ്രജ്ഞയറ്റു, ദൃഷ്ടി മറഞ്ഞു, ബോധം പോയി. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു. ഒരു കൈ വന്ന് അവളെ തട്ടി ഉണർത്തി. അവൾ നോക്കുമ്പോൾ ആ കൈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാവുന്നത് പോലെ വെള്ളി അക്ഷരങ്ങളിൽ ആ ബാത്റൂമിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. വർഷങ്ങൾ നീണ്ടു. മൂത്ത മകൾ പഠിച്ചു,
കല്യാണം കഴിച്ചു, മകളായി. ആ മകളെ വളർത്തി ഇളയ മകളുടെ കല്യാണം നിശ്ചയിക്കുന്നവരെ ദൈവം ആയുസ് കൊടുത്തു. ഒറ്റ വാക്ക പിടിച്ചു നിർത്തിയത്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. അപ്പം കുടുംബത്തിൻ്റെ അടിസ്ഥാനം, കുടുംബം ഒരു വിളിയാണ്. അത് നിലനിൽക്കണമെങ്കിൽ മുപ്പിരിച്ചരടായിരിക്കണം, ദൈവത്തോടൊപ്പം പിണയപ്പെടണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് എന്ന് വരെയുള്ള ബന്ധമാണെന്നറിയാമോ? മരണം വരെയുള്ള ബന്ധമാണ്. എല്ലാവരും പറഞ്ഞേ, എന്ന് വരെയാ മക്കളെ? മരണം വരെയാണ്. മരണം വരെ. 2 പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞപ്പം അവർക്ക് പിരിയാനൊരു ഇഷ്ടം. ചെറുക്കൻ വന്നിട്ട് വല്യച്ഛനോട് പറഞ്ഞു, അച്ഛാ ശരിയാകത്തില്ല, നമുക്ക് ഡിവോഴ്സ് വേണം. അച്ഛൻ പറഞ്ഞു, അങ്ങനല്ല, തിരുസഭയുടെ മുമ്പിൽ വെച്ച് നീയാണ് തീരുമാനിച്ചത്, ഇന്ന് മുതൽ എന്ന് വരെ. അപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, ചവിട്ടിക്കുലുക്കി അവൾ കയറി വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാകത്തില്ലെന്ന്. അച്ഛൻ മരണം വരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞത്, ഇന്ന് മുതൽ മകരം വരെ ഞാൻ അവളോടൊപ്പം ജീവിച്ചാവുന്ന. മകരം വരെയല്ല, പിന്നെ എന്ന് വരെയാ? മരണം വരെ. പിരിയരുത്, പിരിയാൻ ഒരു വഴിയില്ല, ഒരഴിവില്ല, മരണം വരെ ജീവിച്ചോണം. അപ്പം മുപ്പിരിച്ചതാണ്, എന്ന് വരെയാണ്, മരണം വരെയാണ്. മൂന്നാമത്തെ ഓർക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മറയില്ലാതെ ജീവിക്കണം. മറയില്ലാതെ, പരസ്പരം മറയ്ക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കാണുന്നുണ്ട്, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് എന്തില്ലായിരുന്നു? നാണം തോന്നിയില്ല. ഉൽപ്പത്തി 2 അവസാനത്തെ വാക്യം. പാപത്തിന് മുമ്പ്, പാപത്തിന് പിമ്പല്ല, പാപത്തിന് മുമ്പ് ഇരുവരും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല. പക്ഷേ ഇന്ന് ഒത്തിരി, ഈ പ്രത്യേകിച്ച് കോവിഡാനന്തര ഭൂമിയിൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗങ്ങൾ ഒത്തിരി കുടുംബങ്ങളിൽ, എല്ലാം എന്ന് പറഞ്ഞാൽ തെറ്റ്, പക്ഷേ ഒത്തിരി എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ഒത്തിരി കുടുംബങ്ങളിൽ ഈ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടായത് പലരുമായിട്ടുള്ള ചാറ്റിങ്ങും വർത്തമാനവും ഒക്കെയാണ്. ഇത് ആണുങ്ങളില്ലാത്ത തരം നോക്കി പെണ്ണുങ്ങളെ റാഞ്ചാനും, പെണ്ണുങ്ങളില്ലാത്ത തരം നോക്കി ആണുങ്ങൾക്ക് എടുത്താനും ഒക്കെ ഒത്തിരി പേരുണ്ട്. മറയില്ലാതെ ജീവിക്കണം, പരസ്പരം മറയ്ക്കാൻ ഒന്നുമില്ലാതിരിക്കണം. സാമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും. സാധാരണ സഹോദരിമാർ പറയാത്തൊരു കാര്യം പറഞ്ഞ ഒരു സഹോദരിയെക്കുറിച്ച് കേട്ടു. ആ സഹോദരി മരിക്കാറാകുമ്പോൾ അവിടെ ക്ഷീണിച്ചു, ഭർത്താവ് അടുത്തിരിക്കുക. മരിക്കാറായ സഹോദരിയുടെ അടുത്ത് ഭർത്താവ് ശുശ്രൂഷിച്ചിരിക്കുക. കാണാൻ വന്നവരെല്ലാം ഇത് കണ്ടിട്ട് അവിടെ കെട്ടിയവന്മാരോട് പറഞ്ഞു, കണ്ടുപിടിക്കുക, കണ്ടോ ആ സ്നേഹമുള്ള ഭർത്താവ് അടുത്തിരുന്ന് അവളെ തിരുമ്മി തൂത്തിരിക്കുക. അപ്പോൾ സ്നേഹം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി, സാധാരണ സഹോദരിമാർ പറയാത്തൊരു കാര്യം പറഞ്ഞു. സാധാരണ സഹോദരിയാണ് മരിക്കാൻ നേരത്തെ എന്തോ പറയും? സത്യം ചെയ്യുക, ഇനിയും കെട്ടത്തില്ലെന്ന്. ഇങ്ങനെ പറയുക, സത്യം ചെയ്യുക, ഇനി കെട്ടത്തില്ലെന്ന്. എൻ്റെ പെങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു, അവൾ കിടന്ന കട്ടിലും മെത്തയും കൂടെ എനിക്ക് കൊടുത്തു വിട്ടു. എന്തിനാണെന്നറിയാമോ? അളിയൻ 2ാമത് കെട്ടുമ്പോൾ ഈ കട്ടിലെ കിടക്കാതിരിക്കാൻ. സാധാരണ പെണ്ണുങ്ങളുടെയൊക്കെ ചിന്ത കെട്ടുമ്പോൾ ഇനിയും കെട്ടരുന്ന, അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവൾ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ചേട്ടൻ കെട്ടണം. എന്നിട്ട് കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കയിൽ ഈ മൂക്കുത്തി ഊരിയിടണം. അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, നീ അല്ലാതെ ഒരു പെണ്ണ് എനിക്ക് ഇല്ലടി, ഈ പെണ്ണിൻ്റെ കാതയിൽ, ആ പെണ്ണിൻ്റെ കാതയിൽ ഈ കാതിപ്പ് ഇടണം, അങ്ങനെ പറയല്ലേ, ഈ മാല ഊരി അവിടെ കഴുത്ത ഇടണം. ഇടി നീ അങ്ങനെ പറയാതെ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനല്ല ചേട്ടാ, പറയുന്ന കേക്ക്, ഈ വള ഊരി അവിടെ കയ്യെ ഇടണം. പെട്ടെന്ന് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയി, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. ഈ വള അവിടെ കയ്യെ കയറത്തില്ല. കാരണം മെല്ലിച്ച കയ്യെ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴും അയാൾക്ക് വേറെ തടിയിച്ച കൈയുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എവിടെയെങ്കിലും വേറെ കയ്യെ വല്ലതും തൊട്ടും തലോടിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചമ്മി പുറത്ത് വരും. അതുകൊണ്ട് കുടുംബം മറക്കരുത്. മരണം വരെയുള്ള ബന്ധത്തിൽ എന്ത് പാടില്ല? മറ പാടില്ല. മറയില്ലാതെ ജീവിക്കാൻ കഴിയണം. കേട്ടോ മക്കളെ, ഒന്നും മറയ്ക്കരുത്. ഇന്ന് പലപ്പോഴത്തും എന്താ പ്രശ്നം എന്നറിയാമോ? 2 കൂട്ടരും അധ്വാനിക്കുന്നവരാണ്. പണ്ട് അപ്പം മാത്രമായിരുന്നു അധ്വാനിച്ചുകൊണ്ട് വരുന്നത്. അന്ന് അപ്പം വലിയ ഗമയോട് പറഞ്ഞു, എടി മര്യാദയ്ക്കിരുന്നോണം, ചിലവിന് തരുന്ന ഞാനല്ലയോ. ഇന്ന് അങ്ങനെയല്ല, അവളാ ചിലവിന് കൊടുക്കുന്നത്. കാരണം പല നേഴ്സാണോ, മോള് നേഴ്സല്ലേ, മോളെ OET എഴുതി പോയി കഴിയുമ്പോഴൊക്കെ പെണ്ണിനാണ് ശമ്പളം. പക്ഷേ പെണ്ണിന് ശമ്പളം കിട്ടിയാലും ചെറുക്കന് ശമ്പളം കിട്ടിയാലും എൻ്റെ നിൻ്റെന്ന് പറയരുത്. പിന്നെ എന്ത് പറയണം? നമ്മുടേതെന്ന് പറയണം. എൻ്റേതും നിൻ്റേതെന്നും അവസാനിപ്പിക്കുക. എൻ്റെ നിൻ്റെയും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. അങ്ങനെ വഴക്കുണ്ടാക്കി ഒരു ദിവസം പോലും പിണങ്ങി കിടക്കരുത്. കാരണം മനുഷ്യന് ആയുസ് 10-50 വർഷമൊക്കെ ഉള്ളിന്ന്. അതും ആരോഗ്യം ഒരു ഇത്ര നാൾക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ട് 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ച 29,000 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? കണക്ക് കൂട്ടിക്കോ. 80 മൈനസ് നമ്മുടെ പ്രായം ഇൻറ്റു 365. കണ്ടിട്ട് മിക്കതും 50 കഴിഞ്ഞാൽ ഡൈ ചെയ്തൊക്കെ ഇരിക്കുകയെന്നേ ഉള്ളൂ. 50 കഴിഞ്ഞവർക്ക് ഇനി 30 വർഷം പോലും ഇല്ല. ഉണ്ടോ? ഇല്ല. 10,000 ദിവസമേ ഉള്ളൂ. ഞാൻ ഭയങ്കര പിണക്കക്കാരനായിരുന്നു. ഇടയ്ക്കൊക്കെ പിണങ്ങിയാൽ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. സെറ്റിയെ കിടന്നുറങ്ങും. അപ്പോൾ സെറ്റിയെ കിടന്നൊക്കെ ഉറങ്ങുമ്പോൾ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടെ സ്നേഹത്തോടെ ഇരുന്ന് കണക്ക് കൂട്ടി, ഇനി എത്ര നാളുണ്ട്? എൻ്റെ അപ്പൻ 75 പോയി, അമ്മ 65 പോയി, എല്ലാം കൂടെ കണക്ക് കൂട്ടി ഇടയ്ക്കൊക്കെ ഇട്ട് കൂട്ടിയപ്പോൾ കഷ്ടിച്ചിനി എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് 10,000 ദിവസമേ ഉള്ളൂ. അവിടം വരെ ജീവിച്ച. അപ്പോൾ ഇത് ഞങ്ങൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ വന്ന്
സെറ്റിയിലോട്ട് കിടന്ന് ഉറക്കം പിടിച്ചപ്പം ഭാര്യ പറഞ്ഞു, വാ കിടക്ക്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. അവളെൻ്റെ ചെവി വന്ന് പറഞ്ഞു, ഇത്രയും ദിവസമുള്ളൂ, വേണേ വരാൻ പറഞ്ഞു. പേടിച്ചു പോയി ഞാൻ. ഇത്രയും ദിവസമുള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കിടന്നു പോയാൽ, അല്ല ഞാൻ വീട്ടിൽ പോകും. അത്ര കാര്യമുള്ളൂ, ഇത്രയും ദിവസമുള്ളൂ. ഇത്രയും ദിവസത്തിൽ പകുതി നമ്മൾ ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കളയല്ലേ കേട്ടോ, ഉള്ളത് കളയരുത്. ഇത്രയും ദിവസമുള്ളൂ, പിണങ്ങാതെ ജീവിക്കണം കേട്ടോ. അങ്ങനെ വഴക്കും പിണങ്ങി ജീവിച്ച ഒരു സഹോദരി, അവിടെ ഭർത്താവ് ഗൾഫിലായിരുന്നു, എന്നെ വിളിച്ചതാണ്. ഞങ്ങൾ ഈ ആളും പേരും പറയത്തില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയും. അപ്പോൾ അവന് പൈസ അയക്കാൻ താമസിച്ചപ്പോൾ ഇവൾ പിണങ്ങി. 1-ാം തീയതി ആയി, പൈസ വന്നില്ല. 2-ാം തീയതി ആയി, പൈസ വന്നില്ല. അവസാനം പിണങ്ങി. ഇവൻ പൈസ അയച്ചു, വാട്സപ്പ് ഇവൾ ഓണാക്കിയില്ല. രാത്രി ഈ സഹോദരൻ വിളിക്കുക, അവൾ സൈലൻ്റാക്കി വൈബ്രേഷൻ ഇട്ട്. ഭാഷ പറഞ്ഞില്ലേ, അതിരുന്ന് വിറയ്ക്കും, നമ്മളിരുന്ന് തുള്ളും. ഈ പറഞ്ഞതല്ലേ, എനിക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫോൺ അങ്ങോട്ട് ചാരി വെച്ചിട്ട് ഇവൾ കണ്ടു അവൻ വിളിക്കട്ടെ മര്യാദയ്ക്ക്. അവൾ എടുത്തില്ല. അവൾ എടുത്തില്ല. നേരം വെളുത്തപ്പം 18 മിസ് കോൾ. അവൾക്ക് സന്തോഷമായി. പഠിക്കട്ടെ. അവൾ പിണങ്ങി. ഉച്ചയായപ്പോൾ ആരാണ്ട് വിളിച്ചു, ഇന്നാണ്ട് ഭാര്യയാണോ? ആണു. നിങ്ങളുടെ ഭർത്താവ് താണ്ട് ഈ മുറി ചത്തുകിടപ്പുണ്ട്, അറ്റാക്കായിരുന്നു. ഈ പാവം അറ്റാക്ക് വന്നപ്പോഴാണ് ഈ പാവത്തെ വിളിച്ചത്. എടുത്തില്ല. പക്ഷേ എടുത്തിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത അവളെ വിഷാദരോഗിയാക്കി. ഇന്ന് അവൾ ഡിപ്രഷനായി. ഒറ്റ രാത്രിയിലെ പിണക്ക. അതുകൊണ്ട് എല്ലാവരും ഓർത്തോണം, സഹോദരിമാരാ കൂടുതലും പിണങ്ങുന്നത് അല്ലേ. ഒരു സഹോദരി പിണങ്ങി, എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല. ഭർത്താവ് തപ്പാൻ തുടങ്ങി, ബെഡ് പൊക്കി തപ്പുന്നു, മേശ വലിച്ചിട്ട് തപ്പുന്നു, വീട് മുഴുവൻ അയാൾ തപ്പുക. ഇവക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നെ ചോദിക്കാനും ഒക്കത്തില്ല എന്തോ തപ്പുന്നു. ഒടുവിൽ അവൾ ഗതികെട്ട് ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്തോ തപ്പുന്നു? അയാൾ തുള്ളിച്ചാടി പറഞ്ഞു, നിനക്ക് നാക്കൊണ്ടോന്ന് തപ്പി. എൻ്റെ കൊണ്ട് എൻ്റെ പൊന്നു പെങ്ങന്മാരോട് പറയുക, മക്കളെ പിണങ്ങരുത്, ഇത്രയും ദിവസമുള്ളൂ. അങ്ങനെ മുപ്പിരിച്ചരടായി മരണം വരെ മറയില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനയോടും ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാർ, നിമു പാർഷ അവരുടെ ഷിബുൻ്റെയൊക്കെ സീനിയർ പാർഷായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിപ്പം തന്നെ ഞങ്ങളുടെ മുഴുവൻ ദൈവദാസന്മാരുണ്ട്. എല്ലാവരുടെയും പേരിൽ എല്ലാ നന്മകളും നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുപ്പിരിച്ചേട്ടായിട്ട് മറയില്ലാതെ മരണം വരെ പിണങ്ങാതെ സന്തോഷമായിട്ട് ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസകളും നന്മകളും നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.